അതൊരു വലിയ കഥയാ. പക്ഷെ ഇപ്പൊ പറയാൻ സമയമില്ല. എനിവേ താങ്ക്സ് അഗൈൻ. ആ ബസ്സിലെടുത്ത് കാർ നിർത്തിയാൽ മതി. ഞങ്ങൾ അവിടെ ഇറങ്ങിക്കോളാം. അവൾ അങ്ങനെ പറഞ്ഞതും അവളെ കൂടുതൽ ശല്യപ്പെടുത്താൻ പിന്നെ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ഞാൻ അവളെ ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും നീലിമയെയും അവളുടെ മകൻ അച്ചുവിനെയും കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു. നീലിമയുടെ കയ്യിൽ ഒരു മറുക് കണ്ടിരുന്നതായി അപ്പോഴാണ് എനിക്ക് ഓർമ്മയിലേക്ക് വന്നത്. 5 വർഷം മുമ്പ് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞാൻ കിടക്ക പങ്കിട്ട ആ പെൺകുട്ടിയുടെ കയ്യിലും സമാനമായ ഒരു മറുകുണ്ടായിരുന്നു. ഞാൻ ഞെട്ടലോടെ ചിന്തിച്ചു. ഞാൻ ഉടനെ കാർ എടുത്ത് നീലിമയെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് പോയി. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ മുഴുവൻ തിരഞ്ഞു. അവളെ എവിടെയും കണ്ടില്ല. എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. ഇത്ര അടുത്ത് കണ്ടിട്ടും അവൾ ആരാണെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നാഞ്ഞതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഡാഡി എന്നുള്ളൊരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ ദൂരത്തു നിന്ന് കേട്ടത്.